എനിക്ക് മനസ്സിലാകാത്ത ഇയാൾക്ക് ഇതെങ്ങനെ ഇത് കഴിയണം? 100-ലേറെ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു, 1 ഡസനിലേറെ മന്ത്രിമാർ തോൽക്കുമെന്ന് പറഞ്ഞു. എന്നാ ഇതൊക്കെ പണ്ടൊരു ചെല്ലില്ലേ, ഈ ചക്കട്ടപ്പം മൊയലിട്ടി പറഞ്ഞ അങ്ങനെ കരുതുണ്ടോ വരെ മുമ്പക്ക് അദ്ദേഹം പറഞ്ഞൊരു മാസ് വീഡിയോ വേറൊന്ന്, 5 ജില്ലകൾ മുഴുവനായിട്ട് തൂത്തുവാരും. ആ വീഡിയോ ഞാൻ വെക്കട്ടോ. അപ്പം ഇതിന് മുമ്പ് നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒക്കെ അവിടെ എത്രയാണ് ഭൂരിപക്ഷം എന്നുള്ളതൊക്കെ കൃത്യമായി പ്രവചിച്ചു അദ്ദേഹം. നമ്മൾ കണ്ടതല്ലേ. ഞാൻ സത്യത്തിൽ ഈ വീഡിയോ കണ്ട് നിലവിലെ നമ്മളെ പിന്നെ ഈ റിസൾട്ടും വന്ന് ഇതൊക്കെ കൃത്യം പറഞ്ഞില്ലേ. ഇങ്ങനത്തെ ഒരു നിരീക്ഷണം കേരളത്തിൽ ഇതിന് മുമ്പ് ഒരാൾ നടത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ആദ്യം വീഡിയോ ഒന്ന് കണ്ടേ. എറണാകുളം ജില്ലയിലും മലപ്പുറം ജില്ലയിലും പിന്നെ ഇടുക്കി, പത്തനംതിട്ട, ഈ 4 ജില്ലകളിലും ഒരു ക്ലീൻ സ്വീപ്പ് UDF-ന് അനുകൂലമായി ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. 4 ജില്ല എന്ന് വെച്ചാൽ 40 സീറ്റാണ്. 16, 14, 5, 5 40 സീറ്റിൽ ഒരു ക്ലീൻ സ്വീപ്പ് ഈ 4 ജില്ലയിൽ UDF-ന് അനുകൂലമായി. ബാക്കി ജില്ലയിലൊന്നും ഞാനത് അവകാശപ്പെടുന്നില്ല. 4 ജില്ലയിലും ബാക്കി ജില്ലയിൽ വയനാട് ഉണ്ടാവും 43 സീറ്റ്. സോറി 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെയും ഞങ്ങളുടെ ഒരു വ്യത്യസ്തമായ ശൈലിയാണ്. ഇതുവരെ ഉണ്ടാകാത്തൊരു വ്യത്യസ്തമായ ശൈലി. നിങ്ങൾക്ക് തന്നെ അറിയില്ല, 2 വർഷം മുമ്പേ ഞങ്ങൾ ഈ പറയുന്ന ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ ആക്ഷേപിച്ച ഫീൽഡിലെല്ലാം ഞങ്ങളൊരു വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കൺവെൻഷൻ ചെയ്യാത്തതാണ് സാധാരണ ചെയ്യാറുള്ളത്. അവസാനത്തേക്ക് ഒരു ഇലക്ഷൻ തൊട്ട് മുമ്പ് ഞങ്ങൾ ഇതുപോലത്തെ ഒരു കോൺക്ലേവ് നടത്തും, അല്ലെങ്കിൽ AKG സെന്ററിൽ ഒരെണ്ണം നടത്തി 2 പ്രതിപക്ഷത്തിരിക്കുന്ന ആകാറില്ല. അതല്ല, ഇത് ഓരോ ടോപ്പിക്കിലും ഓരോ സബ്ജക്റ്റിലും നല്ല വർക്കാണ് വരുന്നത്. ഓരോ സബ്ജക്റ്റിലും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടായി. ഉറപ്പായിട്ടും സംസ്ഥാനത്തൊട്ടാകെ UDF തരങ്ങളുണ്ട്. കേട്ടല്ലോ നിങ്ങള്. ഇപ്പൊ ഇതിനു മുമ്പ് തൃക്കാക്കര അല്ലെങ്കിൽ നിലമ്പൂര്, പാലക്കാട് ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനം ഉണ്ടല്ലോ, അതൊക്കെ എത്രത്തോളം ശരിയായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇത് വല്ലാത്തൊരു കാൽക്കുലേഷൻ. കേരള രാഷ്ട്രീയത്തെ, കേരള ജനതയെ ഇങ്ങനെ മനസ്സിലാക്കിയൊരു വ്യക്തി, അത് മാസ് തന്നെ. എന്തായാലും അദ്ദേഹം തന്നെ ഈ മുഖ്യമന്ത്രിയായി വരട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണ് സത്യം പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. അപ്പം ഇങ്ങനെ ഏറെക്കുറെ